അതായത് കൈക്കൂലി മേടിച്ച കാര്യം ഒരു മോളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അച്ഛനുണ്ട് ആ സിനിമയിൽ തന്നെ ഉള്ളതാണ്. ആ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടിട്ട് അതിനു വേണ്ടി മനസ്സുകൊണ്ട് ഇങ്ങനെ തുടിച്ചിരിക്കുന്ന ഒരു മകളുണ്ട് ആ സിനിമയില്. അപ്പം ആ സിനിമയിൽ കാണിക്കുന്ന മുഴുവൻ കുടുംബ ബന്ധങ്ങളും മോശമാണെന്ന് നമ്മളത് വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഈ പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ പറയണം. കുടുംബ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അവെയർ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഒരിക്കലും കുടുംബ ബന്ധത്തിനെതിരല്ല. പക്ഷെ ആൾക്കാരെ കണ്ണു മൂടിക്കൊണ്ടല്ല മുമ്പോട്ട് നയിക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങളും കൂടെ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. നമ്മള് കൂടുതൽ ആ നെഗറ്റീവുകൾ മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഈക്വൽ സ്പേസ് കൊടുത്തുകൊണ്ട് ആ വീട്ടിൽ ഒരു അംഗമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു വീടും ആ സിനിമയിലുണ്ട്. അപ്പോ കുടുംബ ബന്ധങ്ങളോ അല്ലെ കേരളത്തിലെ കുടുംബങ്ങളെ ഒന്നും മോശമായി കാണിക്കുന്ന അതിനൊരു മറുവശം കൂടെ ഒരു വീട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ വശങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്ന അവരിതൊന്നും കാണുന്നില്ല, അവരിതൊന്നും അറിയുന്നില്ല. മേ ബി അവർ പത്രം വായിക്കുന്നില്ല, പക്ഷെ അവർ കാണുന്ന സീരീസുകളും അവർ കാണുന്ന സിനിമകളും വിദേശ സിനിമകളും എല്ലാം നമ്മൾ ഭയങ്കര ഗ്രോസ് അണ്ടർ എസ്റ്റിമേഷൻ ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാം, ഞങ്ങളും കൂടെ സത്യം കാണിക്കുന്നുണ്ട്. ഒരു കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അടുത്തിരുത്തി സിനിമ കാണുമ്പോൾ അവർക്ക് നമ്മളോട് ചർച്ച ചെയ്യാനാണ് തോന്നുന്നത്, വിവാഹത്തിനെ കുറിച്ച് അല്ലെ എന്താണ്. അപ്പം ഇത് തുറന്നു പറച്ചിലുകൾ ഒരിക്കലും ഒരു തെറ്റല്ല. അത് സമൂഹത്തിനെ മുമ്പോട്ട് നയിക്കും.